ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, അദ്ദേഹത്തിൻ്റെ അറിയപ്പെട്ട മദാരിജുസ് സാലിക്കീൻ എന്നുള്ള കിതാബിൽ അദ്ദേഹം പറഞ്ഞത് കാണാം. ലൈസ ഷൈഉൻ അൻഫഅ ലിൽ അബ്ദി, ഒരു അടിമക്ക് കൂടുതൽ ഉപകാരമുള്ള, ഈ പറയാൻ പോകുന്നതിനേക്കാൾ ഉപകാരമുള്ള ഒരു കാര്യവുമില്ല. ഫി മആശിഹി വ മആദിഹി, അവൻ്റെ ഭൗതിക ജീവിതത്തിലും ആഖിറത്തിലും, ദുനിയാവിലും ആഖിറത്തിലും ഏറ്റവും ഉപകാരമുള്ള കാര്യം എന്താണ്? മിൻ തദബ്ബുരിൽ ഖുർആൻ വ ജംഇൽ ഫിക്രി അലാ ഫഹ്മി മആനി ആയാതിഹി, ഖുർആനെക്കുറിച്ച് ആയത്തിൽ ചിന്തിക്കുകയും ഖുർആൻ്റെ ആശയങ്ങളെക്കുറിച്ച് ഏകാഗ്രതയോടെ കുറിച്ച് ആലോചിക്കുകയും ചെയ്യുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഖുർആൻ്റെ അർത്ഥം പഠിക്കുക, ചിന്തിക്കുക. ഇതിനേക്കാൾ ദുനിയാവിലും ആഖിറത്തിലും ഒരു മനുഷ്യന് ഉപകാരമുള്ള വേറൊരു കാര്യവുമില്ല എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമുണ്ട്. ദുനിയവിയായ പ്രശ്നങ്ങൾക്കും ആഖിറത്തിൽ വരാനിരിക്കുന്ന പ്രശ്നങ്ങൾക്കും. അല്ലെ, ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളായിരിക്കും, ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ, ദുഃഖങ്ങൾ, ഇങ്ങനെയുള്ള മനോവിഷമങ്ങൾ. ഇതിനെല്ലാമുള്ള പരിഹാരം വിശുദ്ധ ഖുർആനിലുണ്ട്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മ, മനുഷ്യൻ്റെ മനസ്സിലുള്ള എല്ലാ രോഗങ്ങൾക്കുമുള്ള ശിഫയാണ് ഖുർആനിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആ ശിഫ എന്ന് പറയുന്നത് ഖുർആൻ്റെ ഹർഫുകളും ശിഫയാണ്. അതിനേക്കാൾ വലുത് ഖുർആൻ്റെ ആശയങ്ങൾ, അത് ഏറ്റവും വലിയ ശിഫയാണ്. അത് പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ളത് അതിനേക്കാൾ വലിയ ഒരു കാര്യവുമില്ല.